സ്വിറ്റ്സർലൻഡിൽ തുടരുന്ന ഇറാൻ അമേരിക്ക ചർച്ചകൾക്ക് തുടക്കത്തിലെ കല്ലുകടിയാണ്. ആദ്യഘട്ട ചർച്ചയ്ക്കിടെ വാക്പോരും സംഘർഷവും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ട്രംപിന്റെ പരസ്യ പ്രസ്താവനകളാണ് ഇറാനെ അലോസരപ്പെടുത്തിയത്. ഇക്കാര്യത്തിൽ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് ശേഷമുള്ള ഹസ്തദാന ഫോട്ടോ സെഷനിൽ നിന്നും ഇറാൻ പ്രതിനിധികൾ വിട്ടുനിന്നു. 80 മിനിറ്റ് നീണ്ടുനിന്ന ആദ്യഘട്ട പ്രതിനിധി ചർച്ചകൾക്ക് സമാന്തരമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങളാണ് ഇറാനെ ചൊടിപ്പിച്ചത്. ലെബനോണിൽ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ വീണ്ടും സൈനിക ആക്രമണമുണ്ടാകുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ മുന്നറിയിപ്പ് നൽകി. ചർച്ചകളിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇറാന് നേരെ ശക്തമായ സൈനികാക്രമണം ഉണ്ടാകുമെന്നും ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും ട്രംപ് ഭീഷണി ഉയർത്തി. ഈ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് ചർച്ച നടക്കുന്ന ഔദ്യോഗിക ഹാളിൽ നിന്ന് ഇറാൻ പ്രതിനിധികൾ വാക്കൌട്ട് നടത്തി. തുടർന്ന് ചർച്ചകൾക്ക് ശേഷമുള്ള ഹസ്തദാന ഫോട്ടോ സെഷനും പ്രതിനിധികൾ ബഹിഷ്കരിച്ചു. അമേരിക്കയുടെ മാധ്യമ ഷോയ്ക്ക് നിന്നു തരില്ലെന്നും ട്രംപ് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗാലിബഫ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിൽ സ്വാഭാവികമാണെന്നാണ് US പ്രതിനിധി സംഘത്തെ നയിക്കുന്ന വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രതികരിച്ചത്. പ്രതിസന്ധികൾക്കിടയിലും ചർച്ചകൾ തുടരുമെന്ന് US ഇറാൻ പ്രതിനിധികൾ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV.